നല്ലൊരു മിക്സർ ഗ്രൈൻഡർ നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണാതെ പോകരുത്. ഹാറ്റൻബർഗിന്റെ സെനോവ മിക്സർ ഗ്രൈൻഡറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അന്ന് ഒരുപാട് പേര് ചോദിച്ചതാണ് സുജാതക്കും ഇതുപോലുള്ള മോഡലൊക്കെ ഉണ്ടല്ലോ, ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ളത്. ശരിയാണ്, പലർക്കും ഇതേപോലെ ഡൗട്ട് ഉണ്ടാകാം, അത് മാറ്റണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതേ പ്രൈസ് റേഞ്ച് വരുന്ന സുജാതയുടെ ഡൈനാമിക്സും ഹാറ്റൻബർഗിന്റെ സെനോവയും വെച്ച് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ ഏകദേശം 300 രൂപയുടെ മാറ്റമാണുള്ളത്. സെനോവയുടെ കൂടെ 4 ജാർസ് കിട്ടുന്നുണ്ട്, എന്നാൽ ഡൈനാമിക്സിന്റെ കൂടെ 3 ജാർസേ കിട്ടുന്നുള്ളൂ. രണ്ടും ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. സെനോവയിൽ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. സെനോവയിൽ 580 വാട്ട്സിന്റെ BLDC മോട്ടറും ഡൈനാമിക്സിൽ 900 വാട്ട്സിന്റെ യൂണിവേഴ്സൽ മോട്ടറും ആണ് വരുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ രണ്ടും തമ്മിൽ ഇലക്ട്രിസിറ്റിയിൽ എത്രത്തോളം മാറ്റം ഉണ്ടെന്നുള്ളത്. രണ്ടിനും 3 ലെവൽ സ്പീഡ് വരെയാണുള്ളത്. വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. എന്തരച്ചാലും രണ്ടിലും നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുന്നുണ്ട്. രണ്ടിലും ഹെവി ഡ്യൂട്ടി സാധനങ്ങൾ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് മിക്സർ ഗ്രൈൻഡറിലും പെട്ടെന്ന് നമുക്ക് മാക്സിമം സ്പീഡിലേക്ക് ഒന്ന് പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആറ്റംബർഗിലാണെന്നുണ്ടെങ്കിൽ പൾസ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇനി സുജാതയിലാണെങ്കിൽ വിപ്പർ ബട്ടൺ ആണ് തന്നിട്ടുള്ളത്. രണ്ടിനും ഒരേ ഉപയോഗം തന്നെയാണ്. എന്നാൽ ആറ്റംബർഗിൽ സാധാരണ മിക്സർ ഗ്രൈൻഡറിനേക്കാൾ കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ കോസ് മോഡ്. ഈ മോഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ കോസ് ടച്ചർ ഗ്രൈൻഡിങ് ചെയ്യാം. അതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി കിട്ടും നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഡിഷിന്. മാത്രമല്ല ടേസ്റ്റിലും മാറ്റം ഉണ്ടാവും. ഇത് മാത്രമല്ല, ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ നമ്മുടെ അഡോബിസ് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രൊഫൈലിൽ ലിങ്ക് കൊടുക്കാം. അത് കണ്ടു നോക്കുക, എന്തായാലും ഉപകാരപ്പെടും.